ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരുങ്ങിക്കെട്ടി എവിടേക്കാണ് പോണത് എന്ന്. അപ്പം നമ്മുടെ നാട്ടിലത്തെ ക്ലബ്ബായ ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മൂച്ചിത്തോട്ടം നടത്തുന്ന ഗ്രാമോത്സവമാണ് കേട്ടോ ഇന്ന്. അപ്പം ന്യൂ ഇയറിൻ്റെ അന്നാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം ഇന്നിവിടെ കുറേ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ല, കുറച്ചൊക്കെ ഓട്ടൻതുള്ളലുണ്ട്, പിന്നെ കുട്ടികളുടെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ കാത്തിരുന്ന നമ്മുടെ വീരനാട്യം ഉണ്ട്, പിന്നെ അമ്മമാരുടെയൊക്കെ തിരുവാതിര കളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പെർഫോമൻസൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് നമ്മളത് കേരളോത്സവത്തിന് സ്പോർട്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ക്ലബിനായിരുന്നു സെക്കൻഡ്. അപ്പോൾ അതിന് പങ്കെടുത്ത കുറച്ച് പേർക്കൊക്കെ പ്രോത്സാഹന സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കും ഉണ്ട് ഗേസ് ഒരു പ്രോത്സാഹന സമ്മാനം. പ്രൈസൊന്നും കിട്ടിയില്ല, എന്നാലും ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് സച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതാ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഏതോ ഒരു ഐറ്റത്തിന് 3rd പ്രൈസ് ഉണ്ടായിരുന്നു. ഡിസ്കസ് ത്രോ ആണ് തോന്നുന്നു. വെൽക്കം രമ്യ കെ. സുന്ദരമണികളെ കണ്ട് നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ തോന്നുന്നില്ലേ? കൈയടിക്കോ? അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഓട്ടൻതുള്ളലാണ് കേട്ടോ. നമ്മുടെ അതുല്യയുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ആ കുട്ടി നമ്മുടെ വീരനാട്യത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ പ്രോഗ്രാം ആയിരുന്നു ഫസ്റ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അത് കണ്ടു നോക്കാം. ഫുള്ള് കാണിക്കേണ്ട, ഫുള്ള് കണ്ടാൽ അത് ലെങ്ത്ത് കൂടും കേട്ടോ. അതുകൊണ്ടാണേ അപ്പോൾ ഇതാ നമ്മുടെ അതുല്യയുടെ ഓട്ടൻതുള്ളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി അവതരണമായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പീലിക്കുട്ടി നേരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റിലാണ് കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി അവൾ കളിക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവളും കളിക്കുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നിന്നിട്ട് ഡാൻസ് കളിക്കാനും കുലുങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആളിങ്ങനെ കളിക്കുന്നത് കാണാൻ. ഞാൻ തന്നെ അതൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം. പിന്നെ കുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ അതാ നമ്മുടെ നാട്ടിലെ കുഞ്ഞു ഗായികയാണ് കേട്ടോ ശിഖക്കുട്ടി. അപ്പോൾ അതാ ഞങ്ങൾ ടീം മൊത്തം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് പേര് അങ്ങനെ ബാക്കിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുള്ളവരൊക്കെ അവരെടുത്തിട്ടൊക്കെ അവിടെ ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് പ്രാക്ടീസ് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പൂവൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പൂവ് വയ്ക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ അങ്ങനെ ബാനറിൽ ആദ്യം ഉണ്ടായ ഗ്രാമോത്സവത്തിൻ്റെ കുറേ പ്രോഗ്രാംസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പെർഫോമൻസ് തുടങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. പിന്നെ കുറേ പേർക്ക് അറിയില്ല കേട്ടോ വീരനാട്യം എന്താണെന്നുള്ളത്. എനിക്കും അറിയില്ലായിരുന്നു. നമ്മളൊക്കെ കേട്ടോണ്ടിരുന്നത് കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. വീരനാട്യം അധികം നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അധികം പോപ്പുലർ ആയിരുന്നില്ല. അപ്പോൾ വീരനാട്യം എന്ന് വെച്ചാൽ പരമശിവനെ ആദരിക്കുന്നതിനായിട്ട് നടത്തുന്ന ഒരു നാടോടി നൃത്തമാണ്. അപ്പോൾ ഈ നൃത്തത്തിൽ ആരാധിക്കപ്പെടുന്നത് ശിവന്റെ രൂപമായ വീരഭദ്രനിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു നൃത്തത്തിൻ്റെ പിന്നിൽ ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അടുത്തത് തിരുവാതിരക്കളിയായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പലരും ആദ്യമായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. 28 പേരടങ്ങുന്ന ഒരു തിരുവാതിരക്കളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനം നൽകിയിരുന്നു. അപ്പോൾ ഇതാ പീലിക്കുട്ടിക്ക് ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ എൻ്റെ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ അടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ കുട്ടീനെ. അപ്പോൾ ഇതാ കണ്ണേട്ടനാണ് കേട്ടോ ഇവിടെ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ സമ്മാനം ഏറ്റുവാങ്ങുകയാണ് ഗേസ്. അപ്പോൾ ഇതാ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ എല്ലാവരും പോസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് ഗേസ്. എനിക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലും 10 വർഷമായി ഗേസ് ഞാൻ ഇവിടെ വന്നിട്ട്. കുറച്ച് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ഒന്നും പറയാണ്ടായിരുന്നില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ സമ്മാനമൊക്കെ വാങ്ങി പിന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗീ റൈസും ചിക്കനായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ സാലഡ്, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 6:30 ആകുമ്പോൾ. ഇപ്പോൾ ടൈം ഒരു 11:40 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 മണിക്ക് നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും എത്തണം കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കുകയാണ്. ഗീ റൈസും ചിക്കനും ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായി തന്നെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും കേക്കൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആണ് കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ കൂടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഗേസ്. അപ്പോൾ ഇതാ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് വിതരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിലെ ഫസ്റ്റ് മധുരമാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അങ്ങനെ കുട്ടികളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും വാങ്ങിച്ചു, ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനിലായിരുന്നു കേട്ടോ ഫ്ലേവർ. അപ്പോൾ അതാ എല്ലാവരും കേക്ക് കഴിക്കുന്നൊരു തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കഴിച്ച് സെറ്റായിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വരാൻ കുറച്ച് പേര് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ അടിപൊളി പാട്ടൊക്കെ വെച്ച് നമ്മൾ ഡാൻസ് കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പീലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരും കളിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആയൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനൊരു പെർഫോമൻസ് ചെയ്തിട്ടും ഇല്ല, ഇങ്ങനെ പങ്കെടുത്തിട്ടും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ ഓണത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇത്ര അടിപൊളിയായിരുന്നില്ല കേട്ടോ. ഇത് സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡാൻസ് ആണെങ്കിലും സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ രശ്മിയുടെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്താണ്. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിട്ട് എനിക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും. ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അതുകൊണ്ടാണ് ഞാനത് ഫുൾ ഇടാത്തത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. മീൻസ് അങ്ങനെയല്ല, അങ്ങനെ പാട്ട് അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻസ് കളിക്കില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കളിക്കുന്നത്. എൻ്റെ ഒരു കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈമിലാണല്ലോ നമ്മളത് എൻജോയ് ചെയ്യുക. ആ ഒരു ടൈമിൽ ദിച്ചുവിന് പ്രഗ്നൻ്റ് ആയിരുന്നു, ഡെലിവറി ആയിരുന്നു. അപ്പോൾ എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ കണ്ടിട്ട് കൂടെ കൂടിയതിന് ശേഷം ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രീഡം തരുന്നൊരു ഹസ്ബൻഡാണ് കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഗേസ്. കാരണം എന്താ വെച്ചാലും എനിക്ക് ഫുൾ ഫ്രീഡം തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ മേഘ 2 പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എനിക്ക് ഫുൾ ഷെയർ ആക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പോൾ അങ്ങനെ 2 പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്നു. പിന്നെ നമ്മൾ ഫുൾ അടിച്ചുപൊളിയായിരുന്നു കേട്ടോ. അടിച്ചുപൊളി എന്ന് പറയാൻ പറ്റില്ല, അടിച്ചുപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഇതൊരു 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുരുക്കി കൊണ്ടുവന്നതായിരുന്നു. ലെങ്ത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ലെങ്ത്തുള്ള വീഡിയോസ് ഇടാറില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കാണില്ലെന്ന് എനിക്കറിയില്ലല്ലോ കേസ്. അപ്പോൾ നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്ന ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.